എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി. KJ MLA ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച 30 ദിവസം നീളുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് തീവ്ര ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. KJ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബീച്ച് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസമല്ല, 30 ദിവസം ചെയ്താലും തീരാത്തതാണ് നമ്മുടെ ബീച്ചിലെ മാലിന്യം. കേരളത്തിൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വരികയുള്ളൂ. മറ്റു ഒരു ബീച്ചിലും ഇതുണ്ടായില്ല. ചെറായി ബീച്ചിൽ പോയാലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായില്ല. കോവളത്ത് പോയാലും ഉണ്ടായില്ല. ആലപ്പുഴ പോയാലും കൊല്ലത്ത് പോയാലും ഉണ്ടായില്ല. കാരണം കായലുമായി ചേർന്ന് നടക്കുന്ന അഴിമുഖത്തിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ് കായലിലുള്ള മുഴുവൻ വള്ളപ്പായലുകളും ഒഴുകി കടലിലേക്ക് വരുന്നത്. കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരെ തടിയുന്ന സംവിധാനമാണുള്ളത്. ഇവിടെ ഈ സംവിധാനങ്ങൾ മാറ്റാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാണ് ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുവരെ ഇത്തരം കാര്യങ്ങളോട് ഇത് ചെയ്ത് ബീച്ച് ഏറ്റവും സുന്ദരമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുക്കുന്നത്. ബീച്ച് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഏറ്റവും ആകർഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ബീച്ച്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K. മീര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യും, പക്ഷെ അത് മാനേജ് ചെയ്യാനോ അത് റിമൂവ് ചെയ്യാനോ ഉള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോ അതിന്റെ ഒരു സൊല്യൂഷനായിട്ട് അത് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകല് മാത്രമല്ല, അതിന്റെ അപ്സൈക്ലിംഗ്, അതുകൊണ്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. HCLന്റെ CSR ആക്ടിവിറ്റി ത്രൂ ആണ് പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന NGO ആണ് നമുക്ക് ചെയ്തു തരുന്നത്. അവർ ഓൾമോസ്റ്റ് 15 പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് അതില് അവിടുത്തെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വളരെ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. ആ ഒരു മോഡൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലും എമുലേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു സസ്റ്റൈനബിൾ സൊല്യൂഷനിലേക്ക് ഇത് നീങ്ങട്ടെ. ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റിയും സാമൂഹിക സന്നദ്ധ സംഘടനയായ പ്ലാൻ അറ്റ് എർത്തും DTPCയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കായലിലൂടെ ഫോർട്ട് കൊച്ചിയിൽ ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്ന നൂറുകണക്കിന് ടൺ കുളവാഴയും പ്ലാസ്റ്റിക് കുപ്പിച്ചില് തെർമോകോൾ മാലിന്യങ്ങളും ഈ പദ്ധതിയിലൂടെ നീക്കം ചെയ്യും. മറ്റിടങ്ങളിൽ നിന്ന് കായലിലൂടെ ഒഴുകിയെത്തി കരയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം ഫോർട്ട് കൊച്ചിയുടെ പരിസ്ഥിതിയെയും ടൂറിസത്തെയും സാരമായി ബാധിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരു മാസക്കാല ക്ലീനിംഗ് പരിപാടി ഒക്ടോബർ 19 വരെ തുടരും. ദിനംപ്രതി വിദ്യാർത്ഥി വളണ്ടിയർമാർ സംരംഭത്തിന്റെ ഭാഗമാവും. പരിസ്ഥിതി സംരക്ഷണത്തിൽ 15 വർഷത്തെ പാരമ്പര്യമുള്ള പ്ലാനറ്റ് എർത്ത് പദ്ധതിയിലൂടെ സംഭരിച്ച് നീക്കം ചെയ്ത മാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കും. HCL ടെക് കമ്പനിയുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പ്ലാനറ്റ് എർത്തിന്റെ പ്രവർത്തനം. കുളവാഴ, കുപ്പി, പ്ലാസ്റ്റിക്, തെർമോകോൾ എന്നിങ്ങനെ തരംതിരിച്ച് ചാക്കോളിൽ സംഭരിക്കുന്ന മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നതിന് റീസൈക്ലിംഗ് കമ്പനികൾക്ക് കൈമാറും. പഴയ ചെരുപ്പുകൾ കൊണ്ട് കലാശില്പങ്ങൾ നിർമ്മിച്ച് ബീച്ചിൽ ശുചിത്വ ബോധവൽക്കരണത്തിനായി സ്ഥാപിക്കുന്ന കലാപ്രവർത്തനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഫോർട്ട് കൊച്ചി ബീച്ചിൽ അടിഞ്ഞുകൂടുന്ന നൂറുകണക്കിന് ടൺ കുളവാഴ നീക്കം ചെയ്ത് അതിൽ നിന്നും ബയോമാസ് പെല്ലറ്റുകൾ നിർമ്മിക്കുന്നതും പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ പ്ലാനറ്റ് എർത്ത് സെക്രട്ടറി സൂരജ് എബ്രഹാം, ടൂറിസം ജോയിന്റ് ഡയറക്ടർ രാജീവ് GL, DTPC സെക്രട്ടറി സതീഷ് മീരാൻഡ, കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസർ ബോണി തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.